പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ സാധാരണ മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ പോലെ സ്ലൊവേനിയയിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. അതായത് ട്രാം, മെട്രോ അതൊന്നും സ്ലൊവേനിയയിൽ അവൈലബിൾ അല്ല. സാധാരണയായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നത് ബസ്സും ട്രെയിനും അതുപോലെ ടാക്സിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്ലൊവേനിയയിലെ ബസ് സർവീസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒരു പുതിയ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടുള്ള മറ്റെല്ലാ രാജ്യങ്ങളും, ഇന്ത്യ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും ഏകദേശം ഇതേ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മളൊരു ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ഈ കാണുന്ന ഡോറ് ബേബി സ്ട്രോളറിനും അതേപോലെ തന്നെ വീൽ ചെയറിനും ഒക്കെ ഉള്ളതാണ്. നമുക്കപ്പോൾ ഫ്രണ്ട് ഡോറിലൂടെ കയറാം. നമ്മൾ ബസ്സിൽ കയറി കഴിയുമ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ഗ്രീൻ കളറിലൊരു മെഷീൻ കാണാം. ഇവിടെയാണ് നമ്മുടെ ബസ് കാർഡ് കാണിക്കേണ്ടത്. ബസ് കാർഡിനെ ഉർബാന കാർഡെന്നും ഇവിടെ പറയാറുണ്ട്. LPP സ്റ്റേഷനിൽ നിന്നോ അതല്ലെങ്കിൽ മെർക്കാറ്റർ എന്ന് പറയുന്ന കടയിൽ നിന്നോ നമുക്ക് ഉർബാന കാർഡ് വാങ്ങിക്കാൻ കിട്ടും. ഈ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഉർബാന കാർഡ്. 2 യൂറോ ആണ് ഈ കാർഡിൻ്റെ വില. 2 യൂറോ കൊടുത്ത് LPP സ്റ്റേഷനിന്നോ മെർക്കാറ്ററിനോ നമ്മൾ കാർഡ് വാങ്ങിച്ചാൽ മാത്രം പോരാ, യാത്ര ചെയ്യണമെങ്കിൽ അത് റീചാർജ് ചെയ്യണം. മാക്സിമം റീചാർജബിൾ എമൗണ്ട് 50 യൂറോ ആണ്. അതായത് ഓരോ തവണയും 50 യൂറോയിൽ കൂടുതൽ ഈ കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കിലോമീറ്റർ കണക്കിനല്ലേ, പക്ഷേ ഇവിടെ നമ്മൾ പേ ചെയ്യുന്നത് സമയത്തിനനുസരിച്ചിട്ടാണ്. 1 യൂറോ 30 സെൻറ്റ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം 90 മിനിറ്റ് വരെ നമുക്ക് യാത്ര ചെയ്യാം. ഈ 90 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യണം എന്നില്ല. അതായത് 90 മിനിറ്റിനുള്ളിൽ 1 യൂറോ 30 സെൻറ്റ് കൊണ്ട് നമുക്ക് എത്ര യാത്രകൾ വേണമെങ്കിലും ചെയ്യാം. ഇത്രയൊക്കെയാണ് ബസ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഈ കാണുന്ന ഏരിയയൊക്കെ ബേബി സ്ട്രോളർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ട് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്കൊക്കെ റിസർവ്ഡ് ആണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ ബട്ടണുകൾ എന്തിനുള്ളതാണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. നമ്മളൊക്കെ ഇറങ്ങാറാവുന്ന സ്റ്റോപ്പാവുമ്പോൾ വാതിലിൻ്റെ അവിടെ ചെന്ന് നിൽക്കും. പക്ഷേ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും കുട്ടിയെടുത്തിരിക്കുന്ന അമ്മമാർക്കൊന്നും ഹറിബറിയായിട്ട് അതുപോലെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ബട്ടണിൽ അവർ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ഡ്രൈവർക്ക് എത്തുകയും അങ്ങനെ ഡ്രൈവർ അതാത് സ്റ്റോപ്പുകളിൽ അവർക്ക് വേണ്ടിയിട്ട് ബസ് നിർത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോ സ്റ്റോപ്പിലെത്തിയാലും അവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും. ആ ടൈമിന് താഴെ കാണിക്കുന്നത് സ്റ്റോപ്പിൻ്റെ നെയിമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നുള്ളത് അവിടെ കാണാൻ പറ്റും.